എം എ ബേബി തള്ളി പറഞ്ഞിട്ടില്ലേ? എം എ ബേബി പറഞ്ഞ നിലപാടാണ് പാർട്ടിയുടെ നിലപാട്. അതുതന്നെ എൻ്റെ നിലപാട്. ഞാൻ ഇന്നലത്തെ സാഹചര്യത്തിൽ അങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് ശരിയായില്ല എന്ന് പറഞ്ഞ പാർട്ടിയുടെ നിലപാട് തന്നെയാണ് എൻ്റെ നിലപാട്. അതിന് വ്യത്യസ്ത നിലപാടൊന്നുമില്ല. അന്നേരത്തെ ഒരു കാര്യത്തിലങ്ങ് പറഞ്ഞൊന്ന് കൂട്ടിയാൽ മതി. വികസനവും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളും ചെയ്തിട്ട് ഈ ജില്ലയുടെ വികസനത്തിൽ തന്നെ ഒരുപാട് റോഡും പരിപാടിയും എല്ലാം ചെയ്ത് സംസ്ഥാനത്താണ് ജനങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനം ഒരുപാട് നടത്തി കഴിഞ്ഞ് നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു വിധി വന്നപ്പം ആ സന്ദർഭത്തിൽ പ്രതികരിച്ചെന്നുള്ളേ ഉള്ളൂ. ഞാൻ അങ്ങനെ പ്രതികരിക്കേണ്ടിയിരുന്നില്ല എന്ന് ജനറൽ സെക്രട്ടറി അടക്കം പറഞ്ഞു. പാർട്ടിയുടെ നിലപാട് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്. പിന്നെ അതല്ല പറഞ്ഞത്. പിന്നെ നിങ്ങൾ ആവശ്യമില്ലാണ്ട് ചോദിച്ചതിന് വേണ്ടെന്ന് പറഞ്ഞു. അത് പറഞ്ഞത് ശരിയാണ്. എം എ ബേബി പറഞ്ഞ പാർട്ടിയുടെ നിലപാടാണ്. അദ്ദേഹം ജനറൽ സെക്രട്ടറി അല്ലേ? ജനറൽ സെക്രട്ടറി പറയുന്ന പാർട്ടിയുടെ സമീപനമാണ്, നിലപാടാണ്. അത് തന്നെയാണ് നമ്മുടെ നിലപാട്. എന്നോട് ആരും ആവശ്യപ്പെട്ടൊന്നുമില്ല, ആരും വിളിച്ചൊന്നുമില്ല. എന്നാലും പറയുക, പ്രതിപക്ഷം ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നതും അവരുടെ അവകാശമില്ലേ? അവരുടെ അവകാശമാണല്ലോ. ഇല്ലെന്ന് 10 വർഷത്തിൻ്റെ അങ്ങ് വിടന്ന് ഇതൊന്നും ചെയ്യാതെ പാവപ്പെട്ട ആളുകൾക്ക് പെൻഷനോ ആനുകൂല്യമോ സഹായമോ നൽകാതെ, മലയോര കൃഷിക്കാർക്ക് പട്ടയോ അതുപോലുള്ള ആനുകൂല്യവും സഹായവും നൽകാതെ എല്ലാ ഐക്യജനാധിപത്യ മുന്നണി ഭരണത്തിന് നേതൃത്വം കൊടുക്കുകയും പ്രക്ഷോഭണവും സമരവുമൊപ്പം അതിനെ അടിച്ചമർത്തുകയും ചെയ്ത സമീപനം ശരിയാണ് എന്ന് ഞാൻ പറയണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ? അത് വേണ്ട കൂടുതൽ വർത്താനൊന്നും വേണ്ട. പാർട്ടിയുടെ നേതൃത്വം ജനങ്ങളുടെ ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടിയും എ കെ ആൻ്റണിയും കരുണാകരനും ഒക്കെ ഭരിച്ചപ്പോഴും ഈ ജനങ്ങളുണ്ടായിരുന്നു. അന്നും ജനങ്ങളുടെ അവകാശമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവിടെ ജനങ്ങളുടെ അവകാശമല്ല അന്ന് നടന്നില്ലല്ലോ. പക്ഷേ അതിന് വ്യത്യസ്തമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ കേരളത്തിൽ അധികാരത്തിൽ വന്ന എല്ലാ ഗവൺമെൻറ്റും ഇപ്പോൾ തുടർഭരണം കിട്ടിയ സഖാവ് പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും ആ ഗവൺമെൻറ്റുകൾ ചെയ്ത ക്ഷേമ പ്രവർത്തനങ്ങൾ മറ്റേതെങ്കിലും ഗവൺമെൻറ് ആൻ്റണിയുടെയോ കരുണാകരൻ്റെയോ അതിന് മുമ്പ് ആർ ശങ്കറിൻ്റെയോ ഏതെങ്കിലും ഗവൺമെൻറ് ഈ സംസ്ഥാനത്ത് ചെയ്തിട്ടുണ്ടോ? അല്ല അത് ചെയ്തോന്ന് പറയുമ്പോഴൊന്നുമില്ല, പറഞ്ഞു കഴിഞ്ഞാൽ പറയുമ്പോഴും ഇല്ല, പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തകർ ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയ പ്രവർത്തകർ ഞാൻ സ്വർഗരാജ്യം കിട്ടാൻ വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത്? എനിക്കൊരു സാമൂഹിക വീക്ഷണമുണ്ട്, സമൂഹത്തോണ്ടൊരു ഉത്തരവാദിത്വമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പാർട്ടിക്കൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് പറഞ്ഞ മനസ്സിലായില്ലേ? ആ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് കരുണാകരൻ്റെ ഗവൺമെൻറ്റോ ആർ ശങ്കറിൻ്റെ ഗവൺമെൻറ്റോ ആൻ്റണിയുടെ ഗവൺമെൻറ്റോ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റോ ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ കൂട്ടാക്കാത്ത ക്ഷേമ പ്രവർത്തനവും ജനക്ഷേമ പരിപാടികളും എല്ലാം ഈ സംസ്ഥാനത്ത് നടന്നത്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തെ കഴിഞ്ഞും മാറിയൊരു സംസ്ഥാനവും ജീവിത ക്രമമാണ് കേരളത്തിൽ നിന്ന് സ്ഥാപിച്ചതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുള്ള പങ്ക് നിസ്സാരമാണ്. വലിയ പങ്കല്ല, വലിയ